നമ്മളിപ്പോൾ ഉള്ളത് താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് മുമ്പിലെ സമര പന്തലിലാണ്. ഇവിടെ നിരവധി സ്ത്രീകളടക്കം ഇവിടെ സമരം നടത്തുകയാണ്. ശക്തമായിട്ടുള്ള മഴയാണ്. ഈ കനത്ത മഴയിലും ഈ സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഇവിടെ സമരത്തിന് ഇരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു സമരമാണ് നടത്തുന്നത്. അപ്പോൾ വീണ്ടും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉത്തരവ് വന്നു. അതിനിപ്പോൾ ഹൈക്കോടതി ഇന്നലെ സ്റ്റേ ഉത്തരവും നൽകി. അപ്പോൾ അതിന് പിന്നാലെ നമ്മുടെ സമരം ഇപ്പോൾ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. ശക്തമായിരിക്കുകയാണ്. അതിനെക്കൊണ്ട് ഞങ്ങൾ സമരത്തിന് പിന്മാറൂല. ഇതെന്തെങ്കിലും ഒന്നായിട്ടേ ഞങ്ങൾ പിന്മാറും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളെ മക്കൾക്ക് തലമുറക്ക് ഇവിടെ ജീവിക്കണമല്ലോ. ഈ മണവും സ്മെല്ലും അടിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ പറ്റൂല. അതിന് ഇനി ഞങ്ങൾ ഏത് കോടതിനാ ഞങ്ങൾ തേടേണ്ടത്? അധികാരികളൊക്കെ വന്ന് കണ്ണ് തുറക്കാണ്ട് ഓല് പോവുക. 6 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇതിലൊരു അകപ്പെട്ടിട്ട് ഈ ദുരിതമനുഭവിക്കുന്നു. ഞങ്ങൾ പുഴയിൽ പോയി നല്ലോണം തിരുമ്പി കുളിച്ച് അലക്കി കുളിക്കലും പച്ചക്കറി ഉണ്ടാക്കലും എന്ന ആ സ്ഥലത്തെ കാര്യം വരലില്ല. കാട് മൂടി കിടക്കുക. ഈ മണം കൊണ്ട് അങ്ങോട്ട് വരാൻ ഒഴിവില്ല. എല്ലാവരും കുളിക്കുന്നതും എല്ലാ പണിയും അവിടുന്ന് ചെയ്തും കന്നുകാലിക്ക് പുല്ലും ഒക്കെ അരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു. അതാണ് ഇങ്ങനെ ആയി കിടക്കുന്നത് 6 വർഷമായിട്ട്. ഇനി ഞങ്ങൾ ആരോടാ പറയുക? ഇനി ഞങ്ങൾ ഇവിടെ കുത്തിരിഞ്ഞ് മരിക്കട്ടെ. ഞങ്ങൾ അവർ കൊല്ലട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലം ഓർക്ക് കൊടുക്കുക. ഓല് ഞങ്ങൾക്ക് ഇടം സ്ഥലം വാങ്ങി ഞങ്ങൾ അവിടെ കൊണ്ടാക്കട്ടെ. ഞങ്ങൾ ഈ ഗ്രാമം മൊത്തം ഒരാൾ മാത്രമല്ല, ഞങ്ങൾ ഈ കൂടിയ ആൾക്കാരൊക്കെ ഇവിടുന്ന് ഒരു രക്ഷപ്പെടുത്തട്ടെ. എങ്ങോട്ടെങ്കിലും സ്ഥലവും പറയും വാങ്ങി ഞങ്ങൾ അങ്ങോട്ടാക്കട്ടെ. ഞങ്ങൾ ഒഴിഞ്ഞു കൊടുത്തൊക്കെ. അതല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. താഴ്മയായി അപേക്ഷിക്കുക നിങ്ങളോട്. എത്ര വർഷമായി ഞങ്ങളിത് സഹിക്കാൻ പറ്റാതായിരിക്കുന്നു. അല്ലേ ഇപ്പം ഞങ്ങൾ ഈ കാറ്റത്തും മഴയത്തും ഞങ്ങളിവിടെ വന്നിരിക്കുമോ? ഇരിക്കൂല. യാതൊരു സമാധാനവും ഇല്ല. എന്നും ഈ ദുർഗന്ധമാണ്. രാത്രി ഉറങ്ങിയാലും ഉറക്കത്ത് വരെ എണീച്ചാൽ നമുക്ക് സ്മെല്ലാണ് അടിക്കുന്നത്. ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. സ്മെല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് നിൽക്കണം. അവരിത് പ്രവർത്തിക്കും. അപ്പോഴേ അറിയുള്ളൂ. ഈ കാര്യപ്പെട്ട ഉദ്യോഗസ്ഥരെന്നാൽ അവിടെ വന്ന് നിൽക്കട്ടെ. കുറച്ച് ദിവസം പോലും ഇത് പ്രവർത്തിക്കുമ്പോൾ അവരും വന്ന് നിൽക്കട്ടെ. ഏത് കോടതിയിലാണ് ഞങ്ങൾ പോകേണ്ടിയേ? ഇനി വനിതാ കമ്മീഷനിൽ പോയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാവുമോ? അല്ലാണ്ട് ആരും ഏതായാലും ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ചാനലുകാർ വരുന്നത് ഞങ്ങളെ സങ്കടം ഞങ്ങൾ പറയുന്നത്, അവരത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനൊരു ഒരു പരിഹാരം വേണ്ടേ? ഒരു പരിഹാരമില്ല. ചെറിയ ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങളുണ്ട്, 6 മാസമായ മക്കളുണ്ട്, ഒരു വയസ്സായതുണ്ട്, 9 മാസമായതുണ്ട്, ഇപ്പോൾ പെറ്റി കുളിച്ച് വരുന്ന ചെയ്ത പൈതൽ മക്കളുകളുണ്ട്. അവർക്കൊക്കെ ജീവിക്കണ്ടേ? ഞങ്ങളേതായാലും വയസ്സായി എന്ന് ചോദിക്കാം. പക്ഷെ ഞങ്ങളെ മക്കളും അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ താത്ത പറഞ്ഞ പോലെ എന്നാൽ ഞങ്ങളുടെ സ്ഥലം വരെ അവരെ എടുത്തിട്ട് ഞങ്ങൾക്ക് വേറെ വാങ്ങി തരട്ടെ. എന്നാൽ ഞങ്ങളൊരു സമരത്തിനും വരില്ല. ചേച്ചി, എന്താ ഈ സമരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്? ശക്തമായിട്ടുള്ള മഴയൊക്കെയാണ്. മക്കൾക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ മിനിയാന്ന് ഞങ്ങൾ പോയി. അത് അവർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ശരിയാക്കിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമായിരുന്നു. ഇതൊന്ന് അടിച്ച് പൂട്ടിയല്ലോ എന്നുള്ളത്. ഇന്നലെ ഞങ്ങൾ പെരുന്നാൾ പോലായും കണ്ടത്. അത് അന്നപ്പം തന്നെ സ്പോട്ടിൽ തന്നെ അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രദേശത്ത് നിലവിലിപ്പോൾ ശക്തമായിട്ടുള്ള മഴയാണ്. ഈ താമരശ്ശേരി മേഖലകളിലേക്കൊക്കെ എപ്പോഴും ശക്തമായിട്ടുള്ള മഴയാണ് ഈ മലയോര മേഖലകളിലേക്ക് അടക്കം ലഭിക്കുക. ആ ഒരു സ്ഥലത്താണ് നിലവിലിപ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നിരവധി പേർ ഈ സമരപന്തലിൽ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കാനുള്ള ഉത്തരവ് ഏറെ സന്തോഷത്തോടെയാണ് ഈ പ്രദേശവാസികൾ കണ്ടത്. പക്ഷേ അപ്പോഴാണ് ഒരു ഇടുത്തി പോലെ ഹൈക്കോടതി ഇതിനെ ഒരു സ്റ്റേ ഉത്തരവ് പിന്നീട് നൽകിയത്. ഏതായാലും ഈ സമരം വീണ്ടും ശക്തമാക്കാൻ തന്നെയാണ് ഈ പ്രദേശവാസികളുടെ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം. അമ്പായത്തോട് നിന്ന് KP ഷൈജുവിനോടൊപ്പം അനഘ റീജ ഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.